ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കുകയാണ് തൃശ്ശൂർ. തൃശ്ശൂർ പൂരം സുഗമമായി എങ്ങനെ നടത്താം എന്നാലോചിച്ചു. ആ ചർച്ചയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ്. നട്ടുച്ചയ്ക്ക് വെടിക്കെട്ട് നടത്തി പൂരം നടത്തി പിരിഞ്ഞ് എല്ലാം ശുഭം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച സംഭവം ഇനി ഉണ്ടാവരുത് എന്നുള്ള ഒരു ധാരണയും അങ്ങനെ ഒരു മുൻകരുതലോടുകൂടി കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപി വിളിച്ച യോഗം ഇന്ന് അവിടെ നടക്കുകയാണ്. സംസ്ഥാന മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. എങ്ങനെ ഈ ചർച്ച ആവശ്യം വന്നു എന്നുള്ളതിലേക്കുള്ളൊരു ചർച്ചയിലേക്ക് നീങ്ങുകയാണ്. നമ്മോടൊപ്പം ഇപ്പൊ ചേരുന്നത് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാറാണ്. നമസ്തേ. ഒരർത്ഥത്തിൽ വലിയൊരു ദുര്യോഗമല്ലേ? നമസ്തേ. തൃശ്ശൂർ പൂരം നടത്താൻ ഇത്ര വലിയ ഒരു യോഗം സുഗമമായി നടത്താൻ, സുഗമമായി വർഷങ്ങളോളം നടന്നിരുന്ന ഒരു പൂരം നടത്താൻ ഇന്ന് കേന്ദ്രമന്ത്രി വരേണ്ടി വരുന്നു എന്ന് ഈ സാഹചര്യം എങ്ങനെയുണ്ടായി ശ്രീ ഗിരീഷ് കുമാർ? അല്ല, ആദ്യം തന്നെ ഈ മെയ് 6-7 2025 മെയ് 6-7 ദിവസങ്ങളിലാണ് അടുത്ത തൃശ്ശൂർ പൂരം വരുന്നത്. എനിക്ക് വേണേ അതിന്റെ മുന്നോടിയായി ഇത്രയും നേരത്തെ മീറ്റിംഗ് വിളിക്കുന്നത് ഒരു ചരിത്രമായി തോന്നുന്നു. അതൊരു ചരിത്ര സംഭവമായി മാറും. ഇത്രയും അതിന്റെ ഒരുക്കങ്ങൾക്ക് ഇത്രയും നേരത്തെ സുരേഷ് ഗോപി സാറ്, MP സാറ് അതിന് മുൻകൈ എടുത്ത് മീറ്റിംഗ് വിളിക്കുന്നത് എന്റെ വേണേ തൃശ്ശൂർ പൂരത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മാറ്റത്തിലേക്കുള്ള ഒരു വഴിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നേരത്തെ അതിന്റെ ഞങ്ങള് അടുത്ത പൂരത്തിനുള്ള പരിപാടികളെല്ലാം ഇരു ദേവസ്വങ്ങളും ഘടകപൂരങ്ങളിലെ ആൾക്കാർ ഞങ്ങള് അതിന്റെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒഫീഷ്യൽ ലെവലില് ഇത്രയും നേരത്തെ തുടങ്ങുന്നത് അതിന് ആദ്യമായിട്ട് ഞാൻ ഇതിന്റെ എന്താ പറയാ സുരേഷ് ഗോപി സാറേയും പിന്നെ അതിന്റെ ഒപ്പം നിൽക്കുന്ന കളക്ടറെയും അതിന്റെ നമ്മുടെ മന്ത്രിമാരെയും എല്ലാവരും ഞാൻ അതിനൊരു നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ കഴിഞ്ഞ പൂരത്തിന് ഉണ്ടായ കാര്യങ്ങൾ, കഴിഞ്ഞ പൂരത്തിന് നമ്മൾ എടുത്ത തീരുമാനങ്ങളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ടാണ് അവിടെ കണ്ടത്. പൂര ദിവസം കണ്ടത് എല്ലാം എൻ്റെ കയ്യിൽ അതിന്റെ മിനിറ്റ്സുകളുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ കയ്യിൽ അതിന്റെ മിനിറ്റ്സുകളുണ്ട്. എല്ലാം വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളതാണ്. പൂരം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മുടെ എഴുന്നള്ളിപ്പുകളെല്ലാം പന്തലിലെത്തിയതിനു ശേഷം മാത്രമാണ് വെടിക്കെട്ടിനുള്ള ജനങ്ങളെ മാറ്റി നിർത്താൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ പക്ഷെ തലേ ദിവസം മുതൽ തന്നെ ഇതിന്റെ ആ ഒരു തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഇലക്ഷൻ ടൈമായ കാരണം മറ്റ് ആൾക്കാർ ജനപ്രതിനിധികളുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല അതില്. അപ്പൊ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മേധാവിത്വം തന്നെയാണ് അവിടെ കാണിച്ചിരുന്നത്. അതാണ് കഴിഞ്ഞ ഓണത്തെ പൂരം വളരെ എന്താ പറയുക ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. പക്ഷെ ഇത് തുടർച്ചയായ വർഷങ്ങളായിട്ട് വരുന്നൊരു സംഭവമാണ്. ഓരോന്നും നമ്മളെ ദേവസ്വങ്ങളെ വരിഞ്ഞു കെട്ടി കൊണ്ടുവരാണ്. അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അവിടെ പൂരപ്പറമ്പിൽ കെട്ടുന്ന ബാരിക്കേഡുകള്, തെക്കോട്ടിറക്കത്തിന്റെ അവിടെ കെട്ടുന്ന ബാരിക്കേഡുകള്, പിന്നെ CCTV, അതേപോലെ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന അവരുടെ ഇരിപ്പിടങ്ങളും അവർക്ക് വേണ്ട സൗകര്യങ്ങളും അവർക്ക് വേണ്ട ഈ 36 മണിക്കൂർ നീണ്ടിരിക്കുന്ന ഈ സമയത്ത് അവരുടെ ഭക്ഷണങ്ങള് എല്ലാം A to Z ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ് ചെയ്തു വരുന്നത്. അതേപോലെ തന്നെ ഘടകപൂരങ്ങളുടെ ആയാലും തിരുവമ്പാടി ചെയ്യാവുന്നത്ര കാര്യങ്ങൾ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാരിച്ച ചെലവാണ് ഓരോ ദേവസ്വത്തിനും ഉണ്ടാവുന്നത്. ആ ഇതിൽ നിന്നും നമ്മുടെ എക്സിബിഷൻ പൂരം പ്രദർശന കമ്മിറ്റിയിൽ നിന്നും ലഭിക്കുന്ന സംഖ്യ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത്. അതിനെ ഇപ്പോ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികള് അതിനെ വലിയൊരു സംഖ്യ 2 ചിലാം കോടി രൂപ തറവാടക തരണം എന്ന് പറഞ്ഞുകൊണ്ട് അതിപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആ കേസ് നിൽക്കണം. അപ്പൊ എന്തോ ഇതിലൊരു ഹിഡൻ അജണ്ട തൃശ്ശൂർ പൂരത്തിനെ എങ്ങനെയെല്ലാം ഇല്ലാണ്ടാക്കാൻ പറ്റും അതിനെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യേണ്ട സാഹചര്യത്തിലാണ് ഇന്നിപ്പോ ഇത്രയും നേരത്തെ അടുത്ത മെയ് 6-7 ദിവസങ്ങളിൽ 2025 മെയ് 6-7 ദിവസങ്ങളിലാണ് പൂരം വരുന്നത്. അതിന് ഇത്രയും നേരത്തെ ഏകദേശം ഒരു 8-10 മാസം മുന്നേ തന്നെ നമ്മൾ ഈ ചർച്ച ആരംഭിച്ചതിന് ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഗിരീഷ് കുമാർ ദയവായി ലൈനിൽ തുടരുക. ഇപ്പോൾ ഡോക്ടർ ബാലഗോപാൽ പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് കൂടെ നമ്മളോടൊപ്പം ഈ പുത്തൻപുലരിയിൽ ചേരുകയാണ്. ഡോക്ടർ ബാലഗോപാൽ, ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു തൃശ്ശൂർ പൂരമായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്.
പൂരപ്രേമികളുടെ മനസ്സിലാകപ്പാടെ വിഷമമുണ്ടാക്കിയ ഒരു കാര്യം. അതിന് പിന്നിൽ ചില ഉദ്യോഗസ്ഥരും പങ്കാളികളായി എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ തന്നെ മാറി അതിനുശേഷം ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ് കേന്ദ്ര മന്ത്രി. നിങ്ങളുടെ മന്ത്രി എന്ന് തന്നെ പറയാം, ഞങ്ങളുടെ മന്ത്രി എന്ന് തന്നെ പറയാം. സുരേഷ് ഗോപി ഇടപെട്ടിരിക്കുകയാണ്. അതിവേഗം നടപടികളിലേക്ക് കടക്കാൻ ഇന്ന് ചർച്ചകൾ നടത്തുന്നു. എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഞങ്ങളുടെ പാർമേക്കാവിന്റെ പോലെ തന്നെ തിരുവമ്പാടിയിൽ എൻ്റെ സുഹൃത്ത് ഗിരീഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ സശ്രദ്ധം ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ വർഷം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും കഴിഞ്ഞ വർഷം സംഭവിച്ചു പോയി. അതിൻ്റെ കാരണങ്ങളെല്ലാം നമ്മൾ ഇനി പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് കാര്യമില്ല. അതിനോടനുബന്ധിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പ് സഹമന്ത്രി ഇന്ന് തൃശ്ശൂർ കളക്ടറേറ്റിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഈ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം, കഴിഞ്ഞ അനേക വർഷങ്ങളിലെല്ലാം ഇതിന് ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 2 ആഴ്ച മുന്നേ വരെ യാതൊരു പ്രശ്നവും പൂരത്തിനുണ്ടാകാറില്ല. എന്നാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 2 ആഴ്ചക്കുള്ളിൽ അതുവരെ എടുത്ത തീരുമാനങ്ങളെല്ലാം വിരുദ്ധമായിട്ടാണ്. അതിൽ ഈവൻ ഹൈക്കോടതി വരെ കഴിഞ്ഞ വർഷം ഇടപെട്ടിട്ട് ആനയുടെ എഴുന്നള്ളിപ്പിന്റെ കാര്യത്തിലും ആനയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലും അതുകൂടാതെ വെടിക്കെട്ടിന്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ടായിരുന്നു. ഈ പൂരം സംഘടിപ്പിക്കുന്നവർക്ക് പൂരം സംഘടിപ്പിക്കുക മാത്രമല്ല, അത് ഈ മറ്റേ ബാഹ്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് അത് എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്യേണ്ടത് എന്നുള്ളതിന് ആണ് ഇവരുടെ അധ്വാനവും എനർജിയും കൂടുതലായിട്ട് കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ചെലവായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ബാരിക്കേഡ് കെട്ടുക, അത് വേറൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറയുക അവിടെയല്ല കെട്ടേണ്ടത്, വേറെ ഭാഗത്താണ് കെട്ടേണ്ടത് എന്ന് പറയുക. അതനുസരിച്ച് നമ്മൾ ബാരിക്കേഡ് മാറ്റി കെട്ടുക. അത് കഴിഞ്ഞ് വെടിക്കെട്ടിന്റെ അവിടെ ബാരിക്കേഡ് വീണ്ടും കെട്ടുക, എടഞ്ഞിത്തറ മേളത്തിന്റെ അവിടെ ബാരിക്കേഡ് കെട്ടുക. അങ്ങനെ അനേകം പ്രശ്നങ്ങളാണ് കഴിഞ്ഞ വർഷവും അതിന് മുന്നിലത്തെ വർഷവും ഉണ്ടായത്. അത് എല്ലാത്തിനും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇന്നത്തെ മീറ്റിംഗിൽ ഉണ്ടാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ ഈ ഘടകപൂരങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്ന സഹായം ഓരോ വർഷം കൂടുന്നതോറും ഞങ്ങൾ കൂടുതൽ സഹായങ്ങളാണ് ചെയ്തു വരുന്നത്. എന്നാൽ പോലും ഞങ്ങളുടെ എക്സിബിഷന്റെ ഇഷ്യൂവിലെ കൊച്ചി ദേവസ്വം ബോർഡ് നമ്മൾക്ക്, അതായത് കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് അല്ലാതെ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ഇൻക്രീസ് വരുത്തി നമ്മുടെ പൂരം നടത്തിപ്പിനെ തന്നെ അത് വളരെയധികം ബാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം എക്സിബിഷനാണ്. ആ തൃശ്ശൂർ പൂരം എക്സിബിഷൻ എന്ന് വരുന്ന സംഖ്യ, സ്രോതസ് നിലച്ചു പോയാൽ പൂരം തന്നെ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇനിയിപ്പോ നമ്മുടെ മുന്നിൽ ഉള്ളത്. അതിന് കൊച്ചി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലാണ് ആ കേസ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ആ കേസ് നിൽക്കുകയാണ്. ഇതുവരെ അതിലൊരു അന്തിമമായിട്ടുള്ള തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. അതുകൂടാതെ ഞങ്ങൾ ഈ പൂരത്തിനോടനുബന്ധിച്ചിട്ട് ഞങ്ങൾ ഈ ഘടകപൂരക്കാർക്ക് എല്ലാവർക്കും ആനകളെ കൊടുക്കണമെങ്കിൽ ഏകദേശം 60 ആനകൾ ഓരോ ദേവസ്വങ്ങൾക്കും വേണം. കഴിഞ്ഞ വർഷം ഈ ആന ഉടമസ്ഥന്മാർ അവരെ എന്ന് പറയുന്ന അവർക്കൊരു ഭയം ഉണ്ടായിരുന്നു. എന്തെങ്കിലും കാരണവശാൽ ആനകളെ അവിടെ കൊണ്ടുവന്ന് പൂരത്തിന് എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്ന് എന്തെങ്കിലും കാരണവശാൽ ഫിറ്റ്നസ്, അതായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അതേസമയത്ത് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെയും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ആ ഇൻസ്പെക്ഷനിൽ എന്തെങ്കിലും കാരണവശാൽ ഫിറ്റ്നസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ അവരുടെ ആനകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടിട്ട് 60 ആനകളെ വേണ്ട സ്ഥാനത്ത് ഞങ്ങൾക്ക് 37 ആനകളെ മാത്രമേ ഞങ്ങൾക്ക് പാർമേക്കാവിന് കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഈ ആനകൾക്ക് റെസ്റ്റ് കൊടുക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. ആ കാര്യങ്ങളെല്ലാം ഇന്നത്തെ മീറ്റിംഗിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അതിനൊരു അന്തിമമായിട്ടുള്ള തീരുമാനം ഉണ്ടാവും. ഈ വർഷത്തെ തൃശ്ശൂർ പൂരം ഏകദേശം ഒരു 9 മാസം മുന്നേ തന്നെ അതിന്റെ ഒരുക്കങ്ങൾ ഔദ്യോഗിക തലത്തിൽ തുടങ്ങുക എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു നീക്കമാണ്. കഴിഞ്ഞ വർഷത്തെ തൃശ്ശൂർ പൂരം നടത്തിപ്പിനെ പ്രതികൂലമായി ബാധിച്ചത് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിന്റെ ഒരു ഇടപെടലായിരുന്നു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ എഴുന്നള്ളിപ്പ് തടഞ്ഞുകൊണ്ട് റൗണ്ടിലേക്കുള്ള വഴികളെല്ലാം അടച്ച് പഞ്ചവാദ്യവുമായി വന്ന ദേശക്കാരെ അടക്കം തടഞ്ഞുകൊണ്ട് അനാവശ്യമായി സൃഷ്ടിച്ച ഒരു ആശയക്കുഴപ്പവും പ്രതിസന്ധിയും വിവാദവുമാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്ര നേരത്തെ
അടുത്ത മെയ് 6-7 നടക്കും എന്ന് സംഘാടകർ അറിയിച്ച തൃശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങൾ സുഗമമായി നടത്തി പുറപ്പാക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഇന്ന് തൃശൂരിൽ ചർച്ച നടക്കുകയാണ്. നമ്മോടൊപ്പം 2 അതിഥികൾ തുടരുന്നുണ്ട്. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ബാലഗോപാലും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാറും. നമസ്തേ രണ്ടുപേർക്കും. ക്ഷമിക്കണം, ഈ 7:30 എന്നുള്ള സമയത്ത് അതുവരെയുള്ള പ്രധാന വാർത്തകളിലേക്ക് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുന്ന റാപ്പിഡ് ന്യൂസ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. അതിനായിട്ടാണ് ഒന്ന് ഇടപെട്ടത്. അപ്പോൾ ഒരിക്കൽ കൂടി ഗിരീഷ് കുമാറിലേക്ക്, ഇത്തവണ എന്തായാലും ഇത്ര നേരത്തെ ഒരുക്കം തുടങ്ങി എന്നുള്ളത് അങ്ങ് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു. എന്തായാലും ഈ പാഠങ്ങൾ ഇതിന് പ്രശ്നമുണ്ടാക്കിയവർ ഉൾക്കൊണ്ടു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിന്റെ വികാരമാണെങ്കിൽ മലയാളികളുടെയൊക്കെ ആവേശവും ആഘോഷവും കൂടിയാണ്. ഗിരീഷ് കുമാർ തുടരാം. കേരളത്തിലെ തന്നെ മലയാളികൾക്കെല്ലാം അഭിമാനിക്കുന്ന ഇത്രയും വലിയൊരു ഇവന്റാണ് തൃശ്ശൂർ പൂരം. അത് ഇത്രയും കാലമായിട്ട് അടുക്കും ചിട്ടോടും കൂടി വളരെ പ്രൗഢിയായിട്ടാണ് ഇത് നടന്നു വരുന്നത്. അതിനൊരു ടൈം ഷെഡ്യൂൾ ഉണ്ട്. ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് ഏത് ഉദ്യോഗസ്ഥൻ വന്നാലും ഏത് ജനപ്രതിനിധികൾ വന്നാലും അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. അത് ആ ഭംഗിയായിട്ടാണ് നടന്നു വരുന്നത്. പക്ഷെ അതില് ഉദ്യോഗസ്ഥ പ്രമാണിമാര് അതിലിടപെട്ട് അതിനെ എത്രയോ വഷളാക്കാൻ സാധിക്കുമോ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ ഈ മീറ്റിംഗ് വിളിക്കുന്നത്. ആ മീറ്റിംഗില് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഒരു അഭിപ്രായം, ഞങ്ങൾക്ക് ഏറ്റവും പ്രശ്നങ്ങളുള്ള 2-3 വിഷയങ്ങളാണ്. ഒന്ന് വെടിക്കെട്ട് ഈ പൂരം കാണാൻ വരുന്നവരെ ഈ അത് കാണാൻ അനുവദിക്കാതെ, വെടിക്കെട്ടും കാണാൻ അനുവദിക്കാതെ അവരെ ഏതോ സ്ഥലത്ത് കിലോമീറ്റർ അപ്പുറമൊക്കെ നിർത്തിയിട്ട് കണ്ടോളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം, അത് നിർത്തിവെക്കണം. മുന്നേ എങ്ങനെയാണോ അതിൽ നിയമങ്ങൾ മാറ്റി വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. മുന്നേ ഇതേ സ്ഥലത്ത് നിന്ന് എല്ലാവരും വെടിക്കെട്ടും പൂരവും എല്ലാം കണ്ട് ആസ്വദിച്ച് ഈ 36 മണിക്കൂറും ഭംഗിയായി കേരളത്തിലെ എല്ലാ മുക്കിൽ മൂലയിൽ നിന്നും വരുന്ന മലയാളികള് അത് ആസ്വദിച്ച് മടങ്ങുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഇത്തവണ ഞാൻ ഇന്നലെ റെയിൽവേയുടെ ഒരു ഉദ്യോഗസ്ഥനായി സംസാരിച്ചപ്പോൾ കഴിഞ്ഞ വർഷം അതിന് മുൻ വർഷങ്ങളില് 50,000 മുതല് അതിൽ കൂടുതൽ ആൾക്കാർ ടിക്കറ്റ് എടുക്കാൻ വരും. അവര് പൂര ദിവസങ്ങളില് 12 എക്സ്ട്രാ കൗണ്ടറുകൾ ഇടാറുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. പക്ഷെ കഴിഞ്ഞ പൂരത്തിന് അത് വളരെ കുറഞ്ഞു. ഇത്തവണ അതിലും കുറയാനാണ് സാഹചര്യം എന്ന് ഗിരീഷ്, അതിന് ഇടവരുത്തരുത്. നമ്മൾ തീരുമാനങ്ങൾ നേരത്തെ എല്ലാ ജനങ്ങളെ അറിയിക്കണം. നിങ്ങളെ പൂരം കാണാൻ അനുവദിക്കും, വെടിക്കെട്ട് കാണാൻ അനുവദിക്കും, അതിനുള്ള ഒരു തീരുമാനം എടുക്കണമെന്ന് ഇന്നലെ ഞാൻ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. അതാണ് ആവശ്യം. സുരേഷ് ഗോപി സാറ് തീരുമാനമെടുക്കേണ്ട കാര്യം വെടിക്കെട്ട് 100 മീറ്റർ എന്നുള്ളത് ഇപ്പോൾ 100 മീറ്റർ അകലെയാണ് നിർത്തുന്നത്. അതൊരു 60 മീറ്റർ ആക്കി ആൾക്കാർക്ക് അത് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അതേപോലെ തന്നെ ആനകളുടെ 5 മീറ്റർ അകലം നിൽക്കണം എന്നുള്ളതും നമുക്കൊന്നും അതിനുള്ള സൗകര്യങ്ങളില്ല. വർഷങ്ങളായിട്ട് ഇതൊന്നും വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. അതേപോലെ തലേ ദിവസം ഹൈക്കോടതിയുടെ ഓർഡർ വരിക, അമിക്കസൂരി വരിക, അവിടെ അതിന് അവരുടെ നേതൃത്വത്തിൽ മീറ്റിംഗ്, ഞങ്ങൾക്ക് ഈ മീറ്റിംഗിൽ പോയിരിക്കാനുള്ള സമയമുള്ളൂ. പൂരത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് ഞങ്ങൾക്ക് ചെയ്യാനും പ്രസിഡന്റിനും സെക്രട്ടറിക്കും സമയം കിട്ടുന്നില്ല. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രമാണിത്വമാണ്. ആ പ്രമാണിത്വം അവസാനിപ്പിക്കണം. ഇത് പൂരം പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളും അതേപോലെ ഘടകപൂരങ്ങളുടെ ദേവസ്വങ്ങളും പൂരം അവര് നടത്തിക്കോളും. അത് ഉദ്യോഗസ്ഥന്മാരെ ഇടപെടേണ്ട കാര്യമില്ല. അതിനുള്ള നിയമപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എന്തെല്ലാം ചെയ്തു കൊടുക്കാം, ആ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലാണ്ട് നിയമത്തിന് തലനാരിൽ പൊളിച്ചിട്ട് അതങ്ങനെ പറ്റില്ല, ഇതിങ്ങനെയാണ് എന്നുള്ള ആ ഒരു വർത്താനം മാറ്റി പൂരം സുഗമമായി നടത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തണം. അത് ഇന്നത്തെ മീറ്റിംഗ് അതിന് ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ആനകളുടെ ഇവിടെ വർഷങ്ങളായിട്ട് ഈ ആനകളുടെ ഇവിടുത്തെ തൃശ്ശൂരിലെ വെറ്റിനറി ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോ ആനകളും, ഇരു ദേവസ്വങ്ങൾക്കും 50-ൽ കൂടുതൽ ആനകൾ വേണം. അവർക്ക് ഘടകപുരങ്ങൾക്കും എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞ തവണത്തെ പാറമേക്കാവിന്റെ പ്രസിഡന്റ് പറഞ്ഞു 37 ആനയെ കിട്ടിയെന്ന്. ഞങ്ങൾക്ക് 28 ആനയാണ് ഞങ്ങൾ കിട്ടിയത്. പക്ഷെ 28 ആനയെ അവർക്ക് കൂടുതൽ വർക്ക് ലോഡ് വരികയാണ്. ഘടകപൂരങ്ങൾക്ക് കൊടുക്കണം. ഞങ്ങൾ കഴിഞ്ഞ തവണ തന്നെ ഇപ്പൊ ഘടകപൂരങ്ങളുടെ മീറ്റിംഗ് വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ആനകളെ കിട്ടിയിട്ടില്ല. കാരണം എന്താണ്? ആ ആന ഉടമസ്ഥർക്ക് പേടിയാണ്. അവരുടെ ആനയ്ക്ക് എന്തെങ്കിലും
ഫിറ്റ്നസ് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റു പൂരങ്ങൾക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം, അല്ലാണ്ട് പറ്റില്ല. പിന്നത്തെ ഒരു പ്രശ്നം, ഇവിടെ ഇതൊരു ഈഗോ ക്ലാഷ് ഉണ്ട്. ഇവിടത്തെ ഈ ഉദ്യോഗസ്ഥന്മാർ നോക്കിയിട്ട് അത് പോരാ, അമിക്കസ്യൂരി പറയുന്ന അല്ലെങ്കിൽ സെൻട്രൽ ലെവലിൽ നിന്ന് വരുന്ന ആൾക്കാര് അവരുടെ ആനയുടെ വെറ്റിനറി ഡോക്ടേഴ്സിന്റെ ഒരു 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 എന്താ പറയുക ഒരു പരിശോധനയും കഴിഞ്ഞതിന് ശേഷം അപ്പോ ഇവിടത്തെ ഡോക്ടർമാർ പറഞ്ഞ ഞങ്ങൾ പരിശോധിച്ചത്, ഞങ്ങൾ ഫിറ്റ്നസ് കൊടുത്തത് ആ വന്നിരിക്കുന്ന ഡോക്ടർമാർ പറയാണ് അത് ഫിറ്റ്നസ് ഇല്ല അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വാക്കിന് എന്താണ് അർത്ഥം? അപ്പൊ അവിടെ ഒരു ഈഗോ ക്ലാഷ് വന്നു. അപ്പൊ അവിടെ ഒരു മെല്ലെപ്പോക്ക് നയം വന്നു. എല്ലാത്തിനും അതെ. ഇതേപോലെ തന്നെയാണ് പോലീസിലും. പോലീസില് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, അതായത് അങ്കിത് സാർ അദ്ദേഹത്തിന്റെ പൊസിഷനിൽ ഇരുന്ന് കൺട്രോൾ ചെയ്യാണ്ട് പൂരപ്പറമ്പില് ഓരോ കാര്യങ്ങളിലും ഇടപെടുന്ന രീതി ശരിയല്ല. അങ്കിത് സാറ് അങ്ങോരുടെ പൊസിഷനിൽ SP ആണ്. അത് ആ റേഞ്ചിൽ അവിടെ ഇരിക്കണം. ഇങ്ങോട്ട് വന്ന് നിൽക്കുമ്പോൾ, ഇവര് പൂരപ്പറമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് 1 സെന്റിമീറ്റർ പോലും അവർക്ക് മാറ്റം വരുത്താൻ പറ്റുന്നില്ല. അവർക്കറിയാം ഇതെങ്ങനെയാണ് ജനങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടതെന്ന്. അവർക്കറിയാം. അവർ കുറെ ആൾക്കാരൊക്കെ തൃശ്ശൂർക്കാർ തന്നെയാണ്. അവർക്കറിയാം പൂരം എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. പക്ഷെ മേലുദ്യോഗസ്ഥൻ വന്ന് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അങ്ങോര് ഉദ്ദേശിക്കുന്നത് ഒരു എന്താ പറയാ ഒരു ഹൈ സെക്യൂരിറ്റി, ഭഗവതിമാർക്ക് ഹൈ സെക്യൂരിറ്റി കൊടുക്കുക. ഒരാളും പൂരം കാണണ്ട, എന്റെ കാലത്ത് ഭംഗിയായി അവസാനിപ്പിക്കുക, പൂരം ഭംഗിയായി ഒരു ദോഷം ഉണ്ടാവില്ലാണ്ട് അവസാനിക്കുക എന്നുള്ളതാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ. അതൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തീർക്കാൻ പറ്റും. പക്ഷെ നിയമപരമായിട്ട് വെടിക്കെട്ടിന് നമ്മുടെ ആൾക്കാർക്ക് ആ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന് സുരേഷ് ഗോപി സാർ അതിന് മുൻകൈ എടുക്കണം. അത് ഈ 100 മീറ്റർ എന്നുള്ളത് 60 മീറ്റർ ആക്കി സ്വരാജ് റൗണ്ടിന്റെ പകുതി ഭാഗം, റോഡിന്റെ പകുതി ഭാഗം വരെ ആൾക്കാരെ നിർത്തുന്നതിനും ബാക്കി പകുതിയുള്ളത് ആംബുലൻസ് സർവീസ് നടത്തുന്നതിനും എമർജൻസി സർവീസ് നടത്തുന്നതിനും മാറ്റിയിടുക. ഫുട്പാത്തിലും അതേപോലെ ബിൽഡിങ്ങിന്റെ മുകളിലും. ഈ ബിൽഡിങ്ങിന്റെ മുകളില് ആ തലേ ദിവസം വരെ എല്ലാ ബിൽഡിങ്ങുകളും, സ്വരാജ് റൗണ്ടിലെ എല്ലാ ബിൽഡിങ്ങുകളിലും ഫിറ്റ്നസ് ഉണ്ട്. അവർക്ക് കച്ചവടം നടത്താനുള്ള ലൈസൻസ് ഉണ്ട്, വാടക വിരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പൂരം 2 ദിവസം, അതായത് ആ പൂരം 2 ദിവസം ഈ ബിൽഡിങ്ങുകളൊന്നും ഫിറ്റ്നസ് അല്ല, എല്ലാവർക്കും നോട്ടീസ് കൊടുക്കുന്നു, ഇതിന്റെ മുകളിൽ ആരും കയറിയിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് കോർപ്പറേഷന്റെ ഒരു വക പരിപാടികളുണ്ട്. ഇതെല്ലാം നിർത്തണം. നിങ്ങൾ ഇന്ന ബിൽഡിങ്ങില് ഫിറ്റ്നസ് നാളെ ഫിറ്റ്നസ് കൊടുക്കും, പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം ഫിറ്റ്നസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എത്ര ആളെ കയറാൻ പറ്റും? അത് വിദഗ്ധമായി പഠിക്കണോ? അല്ലെങ്കിൽ അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇന്ന ബിൽഡിങ്ങില് നിങ്ങൾ 100 ആളെ കയറ്റിക്കോളൂ, അല്ലെ 150 ആളെ കയറ്റിക്കോളൂ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തണം. ഇത് പൂരപ്പറമ്പിലെ പ്രദേശത്തേക്ക് ആരും കിടക്കാണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അടുത്ത തവണ, ഇത്തവണ ഈ പൂരത്തിനുള്ള തടസ്സങ്ങള്, അടുത്ത തവണ പൂരം കാണാൻ ആൾക്കാർ ശരി ഗിരീഷ് കുമാർ, എന്തായാലും അടുത്ത തവണ അത്രയ്ക്കുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ചർച്ചകളിലേക്ക് തന്നെയായിരിക്കാം ഇന്ന് 10 മണിക്ക് തുടക്കമിടാൻ പോകുന്നത്. കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ബാലഗോപാൽ കൂടി ചേരുന്നുണ്ട്. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റാണ്. ശ്രീ ബാലഗോപാൽ, ഗിരീഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുണ്ടാവും. ആശങ്കകളാണ് എല്ലാ വർഷവും, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവർക്ക് ആശങ്കകളാണ്. കാരണം ഈ പൂരം നടത്തിപ്പിന് മുന്നോടിയായിട്ട് ചർച്ചകളിൽ പങ്കെടുക്കണം, ഈ കോടതികളിലൊക്കെ തന്നെ കയറി ഇറങ്ങണം, അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം, ഈ ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ കുറയ്ക്കണം. അത് തന്നെ ആയിരിക്കാം ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. എന്റെ സുഹൃത്ത് ഗിരീഷ് കുമാർ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഏറ്റവും വിരോധാഭാസമായി തോന്നുന്നത്, അതായത് എവിടെയെല്ലാം വേക്കൻറ്റ് സ്പേസ് കൊണ്ട് ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്നുവോ അവിടെയെല്ലാം അവരെ ബാരിക്കേഡ് കെട്ടുകയായിരുന്നു. ഈ ബാരിക്കേഡ് ഇങ്ങനെ കെട്ടുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക, എന്തെങ്കിലും ആന ഓടുകയോ അല്ലെങ്കിൽ വേറെ വെടിക്കെട്ടിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നില്ല. സ്റ്റാമ്പീഡ് എന്തുകൊണ്ടോ ഭാഗ്യം കൊണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായില്ല. അപ്പോൾ അതിന് മുന്നിലത്തെ വർഷങ്ങളിലൊന്നും കഴിഞ്ഞ വർഷം കെട്ടിയിരിക്കുന്ന ബാരിക്കേഡിന്റെ ഒരു 50% പോലും നമ്മളെ കെട്ടാൻ നിർബന്ധിതരായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ വർഷം ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ബാരിക്കേഡ് കെട്ടുകയും ആ ബാരിക്കേഡ് ഈ കാണികൾക്ക്, അതായത് പൂരപ്രേമികൾക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കാനോ അല്ലെങ്കിൽ പുറത്ത് നിൽക്കാനോ പറ്റുമായിരുന്നില്ല. ഈവൻ ചെറിയ ഒരു സങ്കടം കൊണ്ട് ഞാൻ പറയാണ്, എന്നെ വരെ ബാരിക്കേഡ് പുറത്ത് നിർത്തേണ്ട അവസ്ഥയുണ്ടായിരുന്നു.
അപ്പൊ അങ്ങനെയാണ് അവിടെ സംഭവിച്ചു പോയത്. ഈ പാർമേക്കാവിന്റെ ലോക പ്രശസ്തി ആർജിച്ച എലഞ്ഞിത്തറ മേളത്തിന്റെ ഉള്ളിലേക്ക് എന്നെ പോലും പോലീസ് കടത്തിവിട്ടില്ല. അതവിടെ പിന്നെ വേറൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ നേരിട്ട് പരിചയമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത രൂപത്തിൽ ഉള്ളിലേക്ക് കടത്തിവിട്ടത്. അതുകൊണ്ട് ബാരിക്കേഡ് ആവശ്യമാണ്. അത് എവിടെയൊക്കെ വേണമെന്നുള്ളത് ഈ മറ്റുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അതിനെക്കുറിച്ച് അറിയേയില്ല. ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരെ ഡ്യൂട്ടിക്ക് ഇടുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മൾക്ക് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. അടുത്തത് വെടിക്കെട്ടിന്റെ കാര്യമാണ്. അതെന്റെ സുഹൃത്ത് ഗിരീഷ് കുമാർ പറഞ്ഞു, ഒരു 60 മീറ്റർ ഒക്കെ ആയിട്ട് റെസ്ട്രിക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ പൂരപ്രേമികൾക്കും ഈ വെടിക്കെട്ട് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് തെക്കോട്ടുള്ള ഇറക്കത്തിന് കുടമാറ്റത്തിന് ഇറങ്ങുന്ന സമയത്ത് അത് റെസ്ട്രിക്ട് ചെയ്തിട്ട് ഇറക്കണം. അതായത് ഇതിന്റെ ഭാരവാഹികളെയും ഇതിന്റെ കമ്മിറ്റി മെമ്പർമാരെയും ആദ്യമായിട്ട് അതിന്റെ ഉള്ളിൽ പുറത്തേക്ക് വിടണം. എന്നാൽ മാത്രമേ അവിടെ കുടമാറ്റം അത് സ്മൂത്ത് ആയിട്ട് നമുക്ക് നടത്താൻ പറ്റുകയുള്ളൂ. അതല്ലാതെ കുറച്ച് ആൾക്കാരെ തടഞ്ഞു നിർത്തി ആനയെ മാത്രം അവിടെയൊക്കെ കയറ്റി വിടുകയാണെങ്കിൽ ഓർഗനൈസേഴ്സ് അവിടെ ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ കുടമാറ്റം നടത്താൻ പറ്റുകയില്ല. പക്ഷെ ഒരു നല്ല 2 കാര്യങ്ങൾ പറയാം. കഴിഞ്ഞ വർഷം 2024 ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കളക്ടർ, അന്നത്തെ കളക്ടറും ബഹുമാനപ്പെട്ട മന്ത്രിയും നേതൃത്വം നൽകി ഞങ്ങൾക്ക് മറ്റേ മുനിസിപ്പൽ ഓഫീസ് റോഡ് ഞങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തന്നു. അത് വലിയൊരു കാര്യമായിരുന്നു. അതുപോലെ രാത്രി എഴുന്നള്ളിപ്പിനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് റോഡ് ക്ലിയർ ചെയ്തിരുന്നു. പക്ഷേ അത് വളരെ നന്ദിയോട് കൂടിയിട്ട് ആ കാര്യങ്ങൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്മരിക്കുകയാണ്. അതുകൂടാതെ ബാക്കിയുള്ള കാര്യങ്ങളും അതിനു മുന്നിലത്തെ വർഷങ്ങൾ ഏത് രൂപത്തിലാണ് നടന്നിരുന്നത് ആ രൂപത്തിൽ തന്നെ നടത്തി തരണം എന്നാണ് നമ്മൾ ഇന്ന് ആവശ്യപ്പെടാൻ പോകുന്നത്. അതിനനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അനുകൂലമായിട്ടുള്ള നടപടികളും ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ആ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ മുഴുവൻ ഒറ്റക്കെട്ടായി തൃശൂർ പൂരത്തിനൊപ്പം എന്നുള്ളൊരു പ്രഖ്യാപനം. ആ ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് ആ യോഗത്തിനായി കാത്തിരിക്കാം.